പ്രവർത്തകർക്കൊപ്പം പ്രകടനവുമായി എത്തിയാണ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്നാണ് നിലമ്പൂരിൽ പോര് കടുക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നേതാക്കളുമായി പ്രകടനവുമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കനത്ത പോരാട്ടമാണ്, ശക്തമായ മത്സരമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. മുതിർന്ന നേതാക്കളുമായി പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമാണ് ഇന്ന്. LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. അതിര LDF സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ LDFിൻ്റെ പ്രചരണം
ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു പ്രതീതി കൂടിയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ പ്രചരണങ്ങളിലേക്ക് LDF കടക്കുന്നു എന്നുള്ളതും കൂടിയാണ്. കാരണം അവസാന ഘട്ടം എന്നുള്ള നിലയ്ക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിൻ്റെ അവസാന ഘട്ടം കൂടിയാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പണം എന്ന് പറയുന്നത്. അതാ സർക്കാർ അംഗീകൃതമായി ഈ LDF സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തരത്തിൽ അദ്ദേഹം പത്രം നൽകി കഴിഞ്ഞു, പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. എന്തായാലും വലിയ രീതിയിലുള്ള റോഡ് ഷോയൊന്നും ഇല്ലായിരുന്നു. പ്രാദേശിക നേതാക്കളുടെ പിന്തുണയോടെയാണ് അദ്ദേഹം ആ നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് കടന്നത്. PV അൻവറിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ വലിയൊരു റോഡ് ഷോ ഉണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെയായിരുന്നു വിവരങ്ങൾ ലഭിച്ചിരുന്നത്. എന്നാൽ PV അൻവർ ഇനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M സ്വരാജ് പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി ശക്തമായ പ്രചരണങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതും കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം LDFിൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അതിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ വലിയ രീതിയിൽ ആവേശത്തിലാഴ്ത്തുന്നതാണ്. അല്ലെങ്കിൽ M സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയതിൽ വലിയ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില പ്രതികരണങ്ങളാണ്, അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ M സ്വരാജിനെ പ്രശംസിക്കുന്ന തരത്തിലും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചില വാചകങ്ങളൊക്കെ സൂചിപ്പിച്ചു പോയിരുന്നു. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളെന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. 19-നാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനു മുൻപേ തന്നെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പ്രചരണം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു. 7 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. അതോടൊപ്പം ഒരു നഗരസഭയും കൂടിയാണുള്ളത്. 2 ലക്ഷത്തിലധികം അല്ലെങ്കിൽ 2.25 ലക്ഷത്തിലധികം വോട്ടർമാരാണ് അവിടെയുള്ളത്. കഴിഞ്ഞ തവണത്തെ വിശകലനം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് 1,1,4 ലക്ഷം പേരാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിരുന്നത്. അതായത് അപ്പോൾ ഇത്തവണ 2.25 ലക്ഷത്തിൽ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ ഉയർച്ച വോട്ടെടുപ്പിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ വോട്ട് വർധനയുണ്ടാകണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യണമെന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് എല്ലാ മുന്നണികളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ മുന്നണികളെ സംബന്ധിച്ചും അതിനിർണായകം തന്നെയാണ് കൂടുതൽ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടിയുണ്ട്. LDFിനെ സംബന്ധിച്ച് ഇതുവരെ LDF പിന്തുണയോടുകൂടിയുള്ള ഒരു സ്വതന്ത്രനായിരുന്നു അവിടെ MLA. ഇത്തവണ അവിടെ ആ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ ഈ ഒരു പൂർണ്ണ ചുമതല LDFിലേക്ക് അല്ലെങ്കിൽ CPIഎമ്മിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വർഷങ്ങൾക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് CPIഎം നിലമ്പൂരിൽ. അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇത്തവണ മത്സരിച്ച് വിജയം കൊയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പിന്തുണ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ജയം എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വിജയം കൂടിയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും വലിയ പ്രതീക്ഷയിലാണ് ഇടതുപാളയം എന്ന് പറയുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്രാദേശിക നേതാക്കളുടെ അകമ്പടിയോടുകൂടി തന്നെയാണ് അദ്ദേഹം വന്നത്. വലിയ രീതിയിലുള്ള ആളും ആരവും ഒന്നും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുമ്പായി നമ്മൾ കണ്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നിലമ്പൂരിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സ്വീകാര്യത തന്നെയാണ്, അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള റോഡ് ഷോ തന്നെയാണ് കാണാൻ സാധിച്ചത്. നിലമ്പൂർ സ്വദേശി കൂടിയാണ്. അപ്പോൾ നിലമ്പൂരിനെ അടുത്തറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ് M സ്വരാജ് എന്നുള്ളതും കൂടിയാണ് LDF നേതാക്കളെ അല്ലെങ്കിൽ LDF നേതൃത്വത്തെ M സ്വരാജിലേക്ക് എത്താൻ ഈ ഒരു സ്ഥാനാർത്ഥിത്വത്തിനായി M സ്വരാജിലേക്ക് എത്താനായി പ്രേരിപ്പിച്ചതും എന്ന് തന്നെ മനസ്സിലാക്കാം. ആതിര. ശരി, കാളിദാസൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രാദേശിക നേതാക്കളോടൊപ്പം പ്രകടനവുമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്.